ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഗാർലിക് ബ്രെഡ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 5 മിനിറ്റ് മാത്രം മതി, ഓവനൊന്നും വേണ്ട. KFCയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഗാർലിക് ബ്രെഡ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പം നോക്കാം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി സ്പൂണിലെടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ എടുക്കുക, എന്നാലേ കറക്റ്റ് അളവിൽ എടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില അല്ലെങ്കിൽ പാഴ്സ്ലി എടുക്കാം. 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർക്കുക, എന്നാലേ KFCയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കൂടിപ്പോവും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബർഗർ ബണ്ണാണ്. ഇത് എല്ലാ ബേക്കറികളിലും വാങ്ങാൻ കിട്ടും. ഇതാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് KFCയിലൊക്കെ കിട്ടുന്ന അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ സാധാരണ ബ്രെഡ് എടുത്താലും മതി. ഇനി ബർഗർ ബണ്ണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 5 ബണ്ണാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് 2 സൈഡിലും ഇതേപോലെ ബട്ടർ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാത്തിനും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം. മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയിലിട്ടിട്ട് ചൂടാക്കി എടുക്കുക. തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോവും. തവ ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. താഴ്ഭാഗം ഒന്ന് ഓറഞ്ച് കളറായി വരുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി താഴെ ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, എടുത്തു മാറ്റാം. ഇനി അടുത്തത് വെച്ച് കൊടുക്കും മുന്നേ തവ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് ടൊമാറ്റോ സോസിനോടൊപ്പം അല്ലെങ്കിൽ ഗാർലിക് സോസിനോടൊപ്പം ഒക്കെ വിളമ്പാം. അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.